ഹലോ നമസ്കാരം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഈ സമയത്ത് ഞാൻ നോക്കി മമ്മിയുടെ ചെടി ഇങ്ങനെ എല്ലാം ഏകദേശം നല്ല റോസയൊക്കെയാണ് നല്ല പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചോട്ടോ. ഇതൊക്കെ നല്ല സൈസ് റോസ കേട്ടോ. നല്ല പുളിപ്പേരയ്ക്കൊക്കെയാണെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കാഴ്ച കിടപ്പുണ്ട് കേട്ടോ. മേതക്കുട്ടിയാണെങ്കിൽ കയ്യിൽ നിന്ന് ഇപ്പം രക്ഷയില്ല കേട്ടോ. നമ്മളിവിടെ തണുപ്പായിട്ട് അതൊന്നും കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ പുളിപ്പേരയ്ക്ക് ഞാൻ മേതക്കുട്ടിക്ക് വേണ്ടി പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. റോസയൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. റോസ മാത്രമല്ല ഇഷ്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. മമ്മിയുടെ മെയിൻ ഹോബി കേട്ടോ ചെടി കൃഷി. പക്ഷെ ഇപ്പം മഴയായതുകൊണ്ട് കാടൊക്കെ കയറി കിടക്കും കേട്ടോ. ഇപ്പോൾ മഴയായതുകൊണ്ടും ഇച്ചിരി പാടായതുകൊണ്ടും മമ്മി പറയുക കുറച്ച് മഴയൊക്കെ മാറിയിട്ട് ഇനി എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പം അപ്പുറത്ത് കാണുന്ന ഏലം കേട്ടോ. ഇത് ഫുള്ളും ഇലച്ചെടികളാട്ടോ. ബോൾസും ഉണ്ട്, ഇലച്ചെടി ഉണ്ട് കേട്ടോ. ഇതും നല്ല സൈസ് ബോൾസാണ് കേട്ടോ. ഇതും നല്ല സൈസ് ബോൾസാണ്. ബോൾസിൻ്റെ തന്നെ വേറൊരു ഇതാ കേട്ടോ. ചെടി കേട്ടോ. അതിനകത്ത് കായ ഇഷ്ടം പോലെ. എന്ത് ചെടിയാണ് അറിയത്തില്ല, പൂത്താലേ അറിയത്തില്ല കേട്ടോ. ഒരു സൈസ് ചെടി അതറിയാം. ഞങ്ങളുടെ അക്കുമോനും അക്കുമോൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. ഒന്നല്ല 3 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇവന്മാർ കളി കൈ രസമാണ് കേട്ടോ. അപ്പം ഞാൻ മേതക്കുട്ടി എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അതിലൊരുത്തൻ ഓടിയത്. മേതക്കുട്ടി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടും. എടുത്ത് കടിയാ. അപ്പുറത്തും പിള്ളേർ വന്ന് ശല്യം ചെയ്യുന്നുണ്ട്. അമ്മ ഇങ്ങോട്ട് ഓടി വന്നേ. പിന്നെ ഇത് മമ്മിയുടെ ചെടി കേട്ടോ. മമ്മിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ബോൾസും ഇങ്ങനത്തെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇതും ഒരു ഇലച്ചെടി കേട്ടോ. ഇതും ഒരു സൈസ് ഇലച്ചെടി കേട്ടോ. മരമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പണ്ട് തൊട്ടേ ഉള്ള കേട്ടോ. അപ്പം നല്ലൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അത് സർവ്വസുഗന്ധി കേട്ടോ. എന്നോട് പരാതി പറയുക, കുറേ നാളായില്ലേ ഞാൻ വന്നിട്ട്. അപ്പോൾ ഈ പൂച്ചയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹം എന്നോട്. പരാതിയും പറഞ്ഞ് എന്നെ വാനൂക്കി കാണിച്ചാൽ പോവാ കേട്ടോ. അക്കൂസേ ഇലച്ചെടി കേട്ടോ. റോസ നല്ല പൂത്ത് കിടക്കും കേട്ടോ. അപ്പോൾ അമ്മ എന്നെ കാണുമ്പോൾ ഓടും കേട്ടോ. എന്നെ കാണുമ്പോഴേ ഓടും. ഞാൻ ദൂരെ ഇരുന്ന് എനിക്കാറ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒന്ന് ഇവിടെ വന്നിരിപ്പുണ്ട്, ഒരാൾ ഇവിടെ. ഞാൻ കഥ തുറന്ന അപ്പം ചാടി വരും. ഇപ്പം എന്നെ കാണുമ്പോൾ ഓടുകയും ചെയ്യുന്നുണ്ട്. തണുപ്പ് പോയില്ല കേട്ടോ, ഇടയ്ക്ക് പാത്തിരുന്ന. അപ്പം ഏലക്കായൊക്കെ ഇങ്ങനെ പിടിച്ചു വരും കേട്ടോ. ഇതൊക്കെ കായൊക്കെ എടുക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് പഴുത്തിട്ടില്ല, ഇത് പഴുത്ത കേട്ടോ. ഇത് ഏകദേശം പഴുത്ത. ഏലക്കായൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഏലം ഫുള്ള് പോയായിരുന്നു. ഇപ്പം രണ്ടാമത് ഇത് പൊട്ടിക്കിളുത്ത് കയറി വന്ന കേട്ടോ. ഇത് കാട്ടി കാണുന്ന ചോറിയാണ്. പക്ഷേ ഇത് വെച്ച് തോരൻ വെച്ച് കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് നല്ല ഗുണമുള്ള സാധനം കേട്ടോ. പക്ഷേ ഇത് പറിച്ച ശരിക്കും പറഞ്ഞാൽ ചൊറിയും കേട്ടോ. ചൊറിച്ച് നമ്മുടെ കൈയൊക്കെ ഏകദേശം നല്ല തടിച്ച് പൊങ്ങുന്ന സാധനമാണ്. പക്ഷേ ഇത് വെച്ച് തോരൻ വെക്കും. ഇവിടെ ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ. മിക്ക ഇവിടെ വരുന്നവരൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന കാണാം തോരൻ വെക്കാനൊക്കെ. എനിക്ക് പേടി കേട്ടോ. ഇത് പക്ഷേ തൊട്ടാൽ നല്ലതായിട്ട് ചോറുന്ന സാധനമാണ്. അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണക്ക് കഴിഞ്ഞപ്പം ഇപ്പം എല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാൻ കേട്ടോ. ഇപ്പം അണ്ണാനുണ്ട്, മലയണ്ണൻ. അപ്പം ഇങ്ങനെ ചാടി പോയി. പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി. ഞാൻ അമ്മയെ തപ്പി വന്നു, പക്ഷെ അവൻ പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.